ഒരു വീട്ടിൽ ഒരേ സമയം രണ്ട് ഫൈറ്റ് നടക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇവിടെ ഒരിടത്ത് റോ ഫൈറ്റ് ആണെങ്കിൽ മറ്റേടത്തൊരു ചെരുപ്പിൻ്റെ ഫൈറ്റാണ് നടക്കുന്നത്. ഇവിടെ നമ്മുടെ മാക്സ് ഒരു ചെറിയ വള്ളി കിട്ടിയിട്ടുണ്ട്. അവൻ്റെ നിധി പോലെ അത് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ബെഡിൻ്റെ അടുത്ത് കിടന്നാണ് ഈ റോപ്പും പിടിച്ച് മാക്സ് ഫുൾ എനർജി കളിക്കുന്നത്. അത് അവൻ്റെ ഒരു ടോയ് അല്ല, അത് അവൻ്റെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി പോലെയാണ് അവൻ കാണുന്നത്. പെട്ടെന്ന് മാക്സ് റോപ്പ് പിടിച്ച് ക്യാറ്റ് ബെഡിലേക്ക് ഒറ്റ ചാട്ടം. അവിടെ ഓൾറെഡി ജെന്നി റിലാക്സ് ആയിരിക്കുകയായിരുന്നു. ഈ വള്ളി കണ്ടതും ജെന്നിയുടെ കണ്ണുകൾ ബ്രൈറ്റായി. അത് എനിക്ക് വേണമെന്നൊരു ലുക്കിൽ ജെന്നി സ്ലോലി ആ റോപ്പ് പിടിക്കാനും ട്രൈ ചെയ്തു. പക്ഷേ മാക്സ് വിട്ടുകൊടുത്തില്ല. മാക്സ് ഉടൻ തന്നെ റോപ്പും പിടിച്ചിട്ട് പുറകോട്ട് വലിച്ച് എന്ന ഒറ്റൊരു ആറ്റിറ്റ്യൂഡിൽ നോക്കിയിട്ട് പിന്നെ അവിടുന്ന് പുറത്തോട്ടെടുത്ത് വീണ്ടും ഒറ്റ ചാട്ടം. അപ്പോൾ അവിടെ കിടന്ന് പൊരിഞ്ഞടി എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞടി. അങ്ങോട്ട് ചാടുന്നു, ഇങ്ങോട്ട് ചാടുന്നു, ക്യാറ്റ് ബെഡിൽ തൂങ്ങിക്കിടക്കുന്നു. അവിടുന്ന് പുറകിൽ നിന്ന് ഒരാൾ പിടിക്കുന്നു, മുന്നിൽ നിന്ന് ഒരാൾ പിടിക്കുന്നു. കാണാൻ തന്നെ ഭയങ്കര രസമായിരുന്നു. ഒരു രക്ഷയില്ല, രണ്ടുപേരും വിട്ടുകൊടുക്കുന്നില്ല. രണ്ടുപേരും അതിനുവേണ്ടി തന്നെ അടി ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതേ സമയം വീട്ടിൽ മറ്റൊരു സ്ഥലത്ത് വേറൊരു അടി, ചെറിയൊരു അടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു മിനി ഫൈറ്റ്. ലിൻഡയും സാൻസയും സാമും 3 പേരും കൂടെ ഒരു ചെരുപ്പിന് വേണ്ടി അടി ഉണ്ടാവും. ഒരാൾ ആ ചെരുപ്പിലിട്ട് പിടിക്കും, മറ്റേ ആ ചെരുപ്പിന് അപ്പുറത്ത് നിന്ന് വലിക്കും. രണ്ടുപേരും കൂടെ അടി. അപ്പോൾ ഒരേ സമയത്ത് ഇവിടെ ഒരു റോപ്പ് വാറും നടന്നു, അതേപോലെ തന്നെ ഒരു ഫുഡ് വെയർ വാറും. നമ്മുടെ വീട് ഇന്ന് മൊത്തം ഒരു ഫുൾ ആക്ഷൻ മൂവി മോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 2 വാറിലും ആരൊക്കെയാണ് ജയിച്ചതെന്ന് നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാമോ? നമുക്ക് ശരിയാവുമോ എന്ന് നോക്കാം. കമൻറ്റ് സെക്ഷനിൽ ഇട്ടാൽ മതി. ഇതുപോലുള്ള രസകരമായിട്ടുള്ള ഷോർട്സും ലോങ് വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്ന് അവൈലബിൾ ആണ്. മനസ്സൊന്ന് റിലാക്സ് ആകാൻ വേണ്ടി ഇതുപോലുള്ള ക്യൂട്ട് ഫൈറ്റുകളും ക്യൂട്ട് മൊമെൻറ്റ്സുകളും കണ്ടു കഴിഞ്ഞാൽ സൂപ്പറാണ്. മനസ്സ് എപ്പോഴും റിലാക്സ്ഡ് ആയിരിക്കും. ഇപ്പോൾ ഞാൻ പോവുകയാണ്. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഉടൻ തന്നെ വരാം.